നമുക്ക് നിലമ്പൂരിലേക്ക് പോകാം. പെരുന്നാൾ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നമ്മൾ ഒന്ന് രണ്ട് പേരെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് നിലമ്പൂരിന്റെ MLA ആയിരുന്ന PV അൻവറിലേക്കാണ്. PV അൻവർ, ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. രാവിലെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. എന്താണ് ഇന്ന് പ്രാർത്ഥിച്ചത്? കഴിഞ്ഞ പെരുന്നാളിന്, അതായത് കഴിഞ്ഞ ബലിപെരുന്നാളിന് MLA ആയിരുന്നു നിലമ്പൂരിന്റെ. ഇത്തവണ വീണ്ടും അംഗത്തിനിറങ്ങുകയാണ്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ത്യാഗവും സഹനവും എല്ലാം താങ്കൾ നടത്തിയതും ഓർമ്മയിലേക്കൊക്കെ വന്നോ? അല്ല, തീർച്ചയായിട്ടും എൻ്റെ ത്യാഗങ്ങളൊന്നും ഒന്നുമല്ലല്ലോ. ത്യാഗങ്ങൾ ചെയ്ത് ഒരുപാട് സമൂഹങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ചത് എന്താണെന്ന് സുജയ ചോദിച്ചാൽ, ഈ നാടിൻ്റെ മതസൗഹാർദ്ദവും സ്നേഹവും മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളും വളരെ ഊഷ്മളമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ദൈവമേ ഈ നാട്ടിൽ നിലനിർത്തുന്ന എല്ലാവർക്കും എല്ലാവരുടെയും വിശ്വാസപ്രകാരം ജീവിക്കാനും സന്തോഷകരമായി അവരുടെ മതവിശ്വാസപ്രകാരം അവരുടെയൊക്കെ പ്രാർത്ഥനകൾ നടത്തി പോകാനും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണേ എന്നാണ് പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. അതാണ് സമൂഹത്തിന് വേണ്ടിയിട്ട്. ഇത്തവണ നിലമ്പൂരിൽ അംഗം കുറിക്കുന്ന വേള കൂടിയാണ്. വോട്ട് പെരുന്നാളാണ് 19-ാം തീയതി. ഇന്നത്തെ ദിവസം പ്രചാരണത്തിന് ഇടവേളയുണ്ടോ? പെരുന്നാൾ ആഘോഷമാണോ? എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം? സ്വാഭാവികമാണ്. പെരുന്നാൾ ആഘോഷവും വോട്ട് ചോദിക്കലൊക്കെ നമ്മളെന്നും ഈ ജനങ്ങളുടെ ഇടയിലാണല്ലോ. അതുകൊണ്ടൊരു പ്രത്യേകത വേറൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇന്ന് കുറേ കുടുംബങ്ങളെയൊക്കെ കാണാൻ കഴിയും. എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ദിവസമായതുകൊണ്ട് അത്തരം കുടുംബങ്ങളിലൊക്കെ പോയി അവരൊക്കെ ഒന്ന് സന്തോഷം പങ്കിടാൻ കഴിയും. അത് ഇലക്ഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. എത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം പെരുന്നാളിൽ എല്ലാവരും കുടുംബത്തിനൊപ്പം ചെലവഴിക്കുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം ചെലവഴിക്കുക, ഒത്തുകൂടലൊക്കെയാണല്ലോ ബലിപെരുന്നാളിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ, പങ്കിടലിൻ്റെ ഒരു സന്തോഷം. ഇന്നത്തെ ദിവസം ഭക്ഷണത്തിനൊക്കെ ആർക്കൊപ്പമായിരിക്കും? വീട്ടിലായിരിക്കുമോ അതോ അണികൾക്കും ഒപ്പം നിലമ്പൂരിലെ വോട്ടർമാർക്കും ഒക്കെ ഒപ്പമായിരിക്കുമോ? യഥാർത്ഥത്തിൽ എൻ്റെയൊക്കെ കുടുംബം ഈ ജനങ്ങളാണ്, നിലമ്പൂരിലെ ജനങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ പ്രധാന കുടുംബം. ആ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞാനിന്ന് ഉള്ളത്. സത്യത്തിൽ എൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഇവിടെ മുത്തേടം പഞ്ചായത്തിൽ ഒരു എന്താ പറയുക, ഓൾഡ് ഏജ് ഹോം പോലെ ആളുകളെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഭവനുണ്ട്, നിർമ്മല ഭവൻ. അവിടെ ഉച്ചഭക്ഷണം അവരുടെ കൂടെയാണ്. അത് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് 1:30 അവിടെ ഫുഡിന് പോകും. അതാണ് ഇന്നത്തെ ഏകദേശ കാര്യങ്ങൾ. മറ്റ് വ്യക്തിപരമായ കുറേ ആളുകളെ കാണാനുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? പ്രത്യേകിച്ചും MLA ആയിരുന്ന PV അൻവർ ഈ അവസാന നിമിഷം 1 വർഷമല്ലേ ബാക്കിയുള്ളൂ, എന്തിനാണ് രാജിവെച്ചത് എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ താങ്കളുടെ രാജിയും ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള സാന്നിധ്യവും അത് താങ്കളിൽ വന്നു ചേർന്ന ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ചും താങ്കൾ നിർബന്ധിതനായ ഒരു സാഹചര്യം അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളതിന് പ്രിപ്പയർഡായിട്ട് പോലും ഇല്ലല്ലോ. ഇപ്പോൾ വലിയ ട്രോള് വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അടിച്ചു വെച്ച ബോർഡൊക്കെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാണ്. ആ ഫ്ലക്സുകളൊന്നും ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മളുള്ള കാശ് കൊണ്ട് അടിച്ചതാണ്. അപ്പോൾ അതിലൊക്കെ ആ തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് പ്രവർത്തകർ മായിക്കുകയാണ്. അപ്പോൾ നമ്മൾ മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൃണമൂലിൻ്റെ എന്താ പറയുക, ഈ നോമിനേഷനിൽ നമ്മൾ കളിച്ചു. പിന്നെ ഈ 31-ാം തീയതിയാണ് നമ്മൾ ബോർഡ് തന്നെ അടിക്കുന്നത്. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ തൃണമൂലായി മത്സരിക്കാൻ തന്നെയായിരുന്നു അന്ന് തീരുമാനിച്ചത്. എല്ലാവരും 3-4 ദിവസം കൊണ്ടുണ്ടായതല്ലേ. അതിൻ്റേതായ പ്രതിസന്ധി എനിക്കുണ്ട്. അതിനെ മറികടക്കണം. ഒരിക്കലും നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നില്ല. നമ്മൾ ആളുകളും അങ്ങനെ ഒരു ചിന്തയിലായിരുന്നില്ലല്ലോ. നമ്മളിങ്ങനെ മത്സരിക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഒരു ചെറിയ പ്രയാസമുണ്ട്. അതിപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ മറികടക്കും. അതോടൊപ്പം തന്നെ പലരും ഉണ്ടല്ലോ, ഒരു ദുഷ്ടലാക്കോടുകൂടി താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു വാചകം, വനമന്ത്രി സ്ഥാനം ചോദിച്ചു, അതുപോലെ ആഭ്യന്തരം എനിക്ക് വേണം, അതൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അങ്ങനെ ഒരു സംഘടിതമായ ആക്രമണം നടക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഇതൊക്കെ ഞാൻ നമ്മൾ ഒരു പറമ്പ് വെക്കാൻ ഒരു 10 ലക്ഷം വരെയുള്ള പറമ്പാണെങ്കിൽ ആ വിൽപ്പനക്കാരന് ഒരു കടബാധ്യത ഉള്ളതാണെങ്കിൽ ആദ്യം പോയിട്ട് സാധാരണ കച്ചവടക്കാരത് മനസ്സിലാക്കിയാൽ 10 ലക്ഷത്തിൻ്റെ മുതലിന് 5 ലക്ഷം പറയും. അപ്പോൾ അതൊരു സ്വാഭാവികമാണ്. പിന്നെ ഒരു നെഗോസിയേഷനൊക്കെ നടത്തിയിട്ട് 6.5 ലക്ഷത്തിനോ 7 ലക്ഷത്തിനൊക്കെ കടക്കാരൻ്റെ ബുദ്ധിമുട്ടിനനുസരിച്ച് വെക്കും. ഇവിടെ 10 ലക്ഷത്തിൻ്റെ മുതലിന് അവർ വില കണക്കാക്കിയത് 50,000 രൂപയാണ്. സ്വാഭാവികമായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനും പറയുമല്ലോ, എൻ്റെ സ്ഥലത്തിന് കച്ചവടം എന്തായാലും നടക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ മുതലിന് ഞാൻ 1 കോടി ചോദിച്ചു.
അത്ര കണ്ടാൽ മതി അതിന്. അത് കൊള്ളാം, അതെന്തായാലും കലക്കി. അതൊക്കെ വലിയ ട്രോളും ചർച്ചയായി പോവാണ്. അത്രയുള്ള ഞാൻ ശരിക്കും താങ്കൾ ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ 10 ലക്ഷത്തിന്റെ മുതലാണ് ഞാൻ കൊടുക്കുന്നത്. അല്ല, ഞാൻ ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് താങ്കളെങ്ങാനും ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം താങ്കൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നേനെ, ഇവിടെ ആകെ മൊത്തത്തിൽ ജഗപുകയായിരുന്നേനെ. അല്ല, അവർ തരാന്ന് പറഞ്ഞ പഞ്ചായത്ത് വാർഡാണ്, ഞാൻ പറഞ്ഞല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷത്തിന്റെ മുതലിന് 50,000 പറഞ്ഞപ്പോൾ 10 ലക്ഷത്തിന്റെ ഞാൻ 1 കോടി ചോദിച്ചു. അവരെന്നാലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മളെ മുതലിന് വില കുറക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അത്രയേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ സൈക്കിളിന്റെ കാറ്റ് നിൽക്കുമ്പോഴേക്കും ആ സൈക്കിൾ അവിടെ സൈഡിൽ അവർ ഒതുക്കിക്കോളും. താങ്കൾ ധൈര്യമായി മുന്നോട്ട് പോവുക. താങ്കളെ നിലമ്പൂരുകാർക്ക് അറിയാമല്ലോ. എല്ലാ ആശംസകളും. ഒപ്പം ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ ശ്രീ PV അൻവർ. താങ്ക് യു.